എന്താണോ അള്ളയും റസൂലും പഠിപ്പിച്ചത് അത് ദീനായി നമ്മൾ കൊണ്ടു നടത്താം. ഇന്നല്ലെങ്കിൽ നാളെയായി നമ്മൾ മരിക്കാനുള്ളവരാണ്. നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ പോയി. നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ കൂട്ടുകാര്, സുഹൃത്തുക്കള്, അവരെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളുമൊക്കെ പോകാനുള്ളവരാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബിദ്അത്ത് കടന്നു വരരുത്, ഒരു ശിർക്ക് കടന്നു വരരുത് എന്ന ഉത്തമ ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ച് ആ അന്ധവിശ്വാസങ്ങളൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിലെ ആളുകളെ സംബന്ധിച്ച് ചില കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദീകരിച്ചു എന്ന് മാത്രം. അമ്പിയാക്കൾ ബഹുമാനമില്ലാത്തവരാണ്, മഹാത്മാക്കൾക്ക് കറാമത്തില്ലെന്ന് പറയുന്നവരാണ്, മഹാത്മാക്കളോട് സ്നേഹമില്ലാത്തവരാണ്, ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. മഹാത്മാക്കളുണ്ട്, മഹാത്മാക്കളെ ബഹുമാനിക്കലുണ്ട്, മഹാത്മാക്കളെ ആദരിക്കണം. പക്ഷെ ആദരവ് ആരാധനയായി മാറാൻ പാടില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇന്ന് മഹാത്മാക്കളോടുള്ള ആദരവിന്റെ ബഹുമാനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന് എന്തെല്ലാം സമൂഹത്തിൽ മാലകളായും മൗലൂദുകളായും ചൊല്ലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അതിലെല്ലാം വരുന്നത് അവരോടുള്ള പ്രാർത്ഥനയാണ്. ജീലാനി ദിനമാണല്ലോ, ഷെയ്ഖ് ജീലാനിയെ ബഹുമാനിക്കുക എന്ന പേരിൽ ചൊല്ലുന്ന മുഹയ്യബ്ദി മൗലിദുണ്ട്, മുഹയ്യബ്ദി മാലയുണ്ട്, കുത്തുബിയത്തുണ്ട്. മുഹയ്യബ്ദി മൗലിദ് മുഴുവൻ ചൊല്ലിയാൽ അതിൽ വരുന്നതൊക്കെ മുഴുവൻ അധിക ഭാഗങ്ങളും ഷെയ്ഖിനോടുള്ള പ്രാർത്ഥനകളാ. യാ സാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദൽ ഖാദിരി. അല്ലയോ ബഗ്ദാദിൽ മറമാടപ്പെട്ട മഹാനായ മുഹയ്യബ്ദി ഷെയ്ഖേ, എന്റെ എല്ലാ ഹാജത്തുകളും പൂർത്തിയാക്കി തരുന്ന മത്ലബുൽ ഹാജത്തായ മുഹയ്യബ്ദി ഷെയ്ഖേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ എന്നാ പിന്നെ പറയുന്നത്. ആ മുഹയ്യബ്ദി ഷെയ്ഖിനെ സഹായിക്കണേ എന്ന് വിളിച്ചില്ലെങ്കിലും ഇവിടെ നിൽക്കുന്ന ഞാൻ വിളിച്ചാൽ 950 കൊല്ലം മുമ്പ് മരിച്ചുപോയ ബഗ്ദാദിൽ മറമാടപ്പെട്ട മുഹയ്യബ്ദി ഷെയ്ഖ് എന്റെ വിളി കേൾക്കുമെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസം തന്നെ ശിർക്കാ. സഹോദരങ്ങളെ, നമ്മൾ അവരെ കാണുന്നില്ല, നമ്മൾ അവരെ അറിയുന്നില്ല, നമ്മൾ അവരെ കേൾക്കുന്നില്ല. അവർ അവരുടേതായ ബർസഖിയായ ലോകത്താണ്. എന്താണ് ഖബർ? ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പ അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു ആഴിയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ ആ ഖബർ എന്ന ലോകത്ത് അവരവരുടെ പരലോകത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളാണ് അവരൊക്കെ. അത് ആരായാലും ശരി, അതല്ലാതെ നമ്മളെ വിളി കേൾക്കാനും നമുക്ക് ഉത്തരം ചെയ്യാനും വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല. അതുകൊണ്ട് ഒരു മാലിം വേണ്ട, ഒരു മൗലൂദും വേണ്ട, ഒരു പുത്തംവാദവും വേണ്ട. നമുക്ക് സുന്നത്ത് മതി, ജമാഅത്ത് മതി, അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചത് മതി. സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ ശിർക്കില്ല. ബിദ്അത്തിലേക്ക് കടന്നാലോ? ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, പുതിയ ജലാലിയ റാത്തീബ് ബിദ്അത്ത വന്നപ്പോൾ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ള പ്രാർത്ഥനയായി. ഓമാനൂർ ശുഹദാക്കളോടുള്ള പ്രാർത്ഥനകളും ഇവിടെ ഉറൂസ് നടക്കാറുണ്ട്, ചന്ദനക്കുടം നടക്കാറുണ്ട്, നേർച്ചകൾ നടക്കാറുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സുന്നത്തി ജമാഅത്തിൽ ഖബറിന്റെ അടുക്കൽ അങ്ങനെ ആഘോഷമില്ല. ചെണ്ടവരലും ആനവരലും അതേപോലെ തന്നെ അമ്പാരിയും അവിടെയുണ്ടാകുന്ന മറ്റു കദീന പൊട്ടിക്കലും പടക്കം പൊട്ടിക്കലും ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളല്ല. ഇതിലൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് മുസ്ലിംമാരെ പറയാറുണ്ട്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറയാറുണ്ട്. രക്ഷപ്പെടാൻ കഴിയില്ല മുസ്ലിംമാരെ. നിങ്ങളാണ് ഏതൊരു ജാറത്തെങ്കിലും ഈ കൊടി പൊന്തിച്ചു കൊടുത്തു പോകുന്നത്. അവിടെ ആദ്യം ഫാത്തിഹ വിളിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മൗലൂദ് ഓതിക്കൊണ്ട് നിങ്ങൾ ആ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ചെറുപ്പക്കാർ അത് ഏറ്റെടുത്തു. അവിടെ എല്ലാ വൃത്തികേടുകളും നടക്കുന്നു. അവിടെ നേർച്ചയ്ക്ക് കമ്മിറ്റി ഉണ്ടാക്കി, മയ്യത്തിന്റെ പേരിൽ കമ്മിറ്റി ഉണ്ടാക്കി, അത് ആ ജാറ കമ്മിറ്റി. എന്നിട്ട് അവിടേക്ക് ആന വരുന്നു, അമ്പാരി വരുന്നു, അവിടെ കൊട്ടും കൊയിലൂത്തും നടക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല, തജ്അലു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത് എന്ന് പഠിപ്പിച്ച ആശയത്തിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഈ ഖൗമ് പലതും നടത്തുമ്പോൾ മുസ്ലിംമാരെ നിങ്ങളുടെ കയ്യില അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക ചെയ്യും. അതുകൊണ്ട് ഈ ആണ്ടും ഈ ഉറൂസുകളും ഈ നേർച്ചകളും ഈ പൂരങ്ങളും ഇതൊക്കെ വരുമ്പോഴാണ് അതാ സി എം മടവൂരിന്റെ ഉറൂസാണ്, അപ്പൊ സി എം മടവൂരിന്റെ മൗലിദ്. ഇത് ഇന്ന ഷെയ്ഖിന്റെ ഉറൂസാണ്, അപ്പൊ ആ ഷെയ്ഖിന്റെ മൗലിദ്. ഇത് ഇന്ന ഷെയ്ഖിന്റെ ഉറൂസാണ്, അപ്പൊ ആ ഷെയ്ഖിന്റെ മൗലിദ്. അപ്പോഴോ ആ ഷെയ്ഖിനോട് ദുആ. അവമാന ശുഹദാക്കളുടെ മൗലിദാണെങ്കിൽ അദ്ദേഹത്തോട് അവരോട് ദുആ. അയാ ശുഹദാ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീന അഗീസുനാ ഇദസ്തബ്ദത് അലൈനാ ഖറായിബു ലൈസ ഫീനാ മയ്യഖീനാ. നമുക്ക് അർത്ഥം അറിയില്ല, ഉസ്താദുമാർ പറഞ്ഞു തരൂല്ല. മാലിമൻ ലാഖത് മദാഹിബുഹു അം തബ്ദലീലു ലിമൻ ഹാറത് ബിഹിൽ ഹിയലു ഇന്നാ ഖസദ്നാക വൽ ആമാ അല്ലയോ മടവൂരെ,
എല്ലാ രഹസ്യങ്ങളും അറിയുന്ന മടവൂരെ, ഭൂമിക്കടിയിലെ കാര്യങ്ങൾ അറിയുന്ന മടവൂരെ, രാത്രിയിലെ കാര്യങ്ങൾ അറിയുന്ന മടവൂരെ, ഞങ്ങളിതാ നിങ്ങളിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വരികയാണ്. വൽകുല്ലു യദ്ഊക, എല്ലാവരും ഇതാ നിങ്ങളോട് ദുആ ചെയ്യുകയാണ് മടവൂരെ എന്ന് പറഞ്ഞുകൊണ്ട് മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൗലിദുകള്. ബദർ മൗലിദ് വരുമ്പോ ബദ്രീങ്ങളോടുള്ള ബഹുമാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബദ്രീങ്ങളെ വിളിക്കുകയാണ്. യമൻ ബിഹി ഹല്ലറദാം വമൻ ബിഹം മിന്നകിദാ ഖുൽനാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദരി ശുഹദാ യമൻ ബിഹി മുർറുൽ ബലാ വളിഖത ഖൽബൻ വജിലാ ഖുൽ മുസ്രിഅം മുഹർബിലാ യാ അഹ്ല ബദരി ശുഹദാ യമൻ ബിഹി മുർറുൽ ബലാ എന്ന് പറഞ്ഞുകൊണ്ട് ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട് ബദ്രീങ്ങളെ രോഗം മാറ്റണേ, ബദ്രീങ്ങളെ അസുഖം മാറ്റണേ, ബദ്രീങ്ങളെ പരീക്ഷണത്തിന് രക്ഷപ്പെടുത്തണേ. ഓരോ വിഷയങ്ങളിലും ആരെ പേരിലാണോ മൗലിദ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പച്ചയായ ശിർക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ ഫാറൂഖിനെ അയിമ പറഞ്ഞ മദഹ്. അവർക്കത് മദഹായിരിക്കാം, ഇസ്ലാമിനത് മദഹല്ല, അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബല്ലാത്തവരോട് നിർവഹിച്ചാൽ ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, വല്ലവനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് ഇത് ഗൗരവത്തോടു കൂടി പറയുന്നത്. ലൈൻ അശ്റകത ലയഹബതന്ന അമലുക, നിങ്ങൾ ശിർക്ക് ചെയ്താൽ കർമ്മങ്ങളെല്ലാം തകർന്നു പോകും. അതുകൊണ്ടാണ് ഇത് ഗൗരവത്തോടു കൂടി പറയുന്നത്. മയ്യത്ത് നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, അതുകൊണ്ടാണ് ഗൗരവത്തോടു കൂടി പറയുന്നത്. പരലോകത്ത് പ്രവാചകന്റെ ശഫാഅത്തുൽ ഉളമയുണ്ട്, മറ്റു ശഫാഅത്തുകളുണ്ട്. ആ മറ്റു ശഫാഅത്തുകൾ ശിർക്ക് ചെയ്തവന് വേണ്ടി സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇത് ഗൗരവത്തോടു കൂടി പറയുന്നത്. അതുകൊണ്ട് ആ ശഫാഅത്ത് പോലും നമുക്ക് വേണമെങ്കിൽ, സാധാരണ പറയാറെന്താ, മുജാഹിദീങ്ങൾക്ക് ശഫാഅത്ത് ഇല്ല, ശഫാഅത്തിന് തള്ളുന്നവരാണെന്ന്. അല്ല, ശഫാഅത്തുണ്ട്. ആ ശഫാഅത്തിന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ചുകൊണ്ട് ശഫാഅത്ത് നടത്തുമ്പോൾ അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹ് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. കാരണം റസൂൽ പഠിപ്പിച്ചത് അതാണ്. ലികുല്ലി നബിയിൻ ദഅവത്ത് മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്. വഅനസ്തബഖൈതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മത്തി യൗമൽ ഖിയാമ, എല്ലാ നബിമാരും അത് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി. എന്റെ ദുആ എന്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി ഞാൻ പരലോകത്തേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ടോ? വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്റെ ഉമ്മത്തിന് ആ ശഫാഅത്ത് ലഭിക്കുക തന്നെ ചെയ്യും. ആർക്ക്? മൻ മാത മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക്. എങ്ങനെ മരിക്കണം? ലം യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഞാൻ ആ ശഫാഅത്ത് നടത്തുമെന്ന അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ ആ ശഫാഅത്ത് കിട്ടാൻ ശിർക്ക് ചെയ്യാതെ മരിക്കണമെന്ന് റസൂൽ നിബന്ധന വെച്ചപ്പോ ഉസ്താദുമാർ എന്താ ചെയ്തത്? ആ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി ശിർക്ക് ചെയ്യാം. ഏതിലൂടെ? മൗലിദിലൂടെ. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ നാളെ പരലോകത്ത് ശഫാഅത്ത് നടത്തുമ്പോ ആ ശഫാഅത്തിൽ ഞങ്ങളെ നിങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന് റസൂലിനോടാ പ്രാർത്ഥിക്കുന്നത്. റസൂൽ പറഞ്ഞതോ അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ. ഇതാ സമസ്തയും നമ്മൾ തമ്മിലെ വ്യത്യാസം, ഇതാ സമസ്തയും ഇസ്ലാമും തമ്മിലെ വ്യത്യാസം, ഇതാണ് പ്രമാണവും പൗരോഹിത്യവും തമ്മിലെ വ്യത്യാസം. കുത്തുബിയത്ത് മാറ്റിവെക്കുക, മാല മാറ്റിവെക്കുക, മൗലിദുകൾ മാറ്റിവെക്കുക. നമുക്ക് അർത്ഥമറിയില്ല, നമുക്ക് ആശയമറിയില്ല. മഗ്രിബ് നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, എന്താ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മഗ്രിബിൽ നമ്മൾ പ്രാർത്ഥിച്ചു എങ്കിൽ ആ നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോയിട്ട് മുസ്ലിയാരുടെ മുമ്പ് പോയിരുന്നാൽ പിന്നെ ചൊല്ല കുത്തുബിയത്ത്. എന്താ അവിടെ പറഞ്ഞത്? അസ്റിഫു ആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. അല്ലയോ മുഹയ്യിദ്ദീൻ ശൈഖേ, എന്നെ നിങ്ങൾ പ്രവേശിച്ച സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ. നിങ്ങൾക്കതിന് കഴിവുള്ളയാളാണ്. ആരോട്? ശൈഖിനോട്. രണ്ട് അപകടം. ഒന്ന്, മുഹയ്യിദ്ദീൻ ശൈഖേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ. ശിർക്കാണത്, നരകത്ത് പോകുന്ന പണിയാ. മുസ്ലിങ്ങളെ വേണമെങ്കിൽ ഒഴിവാക്കുക. രണ്ടാമത്തെ എന്താണ്? നിങ്ങൾക്കതിന് കഴിവുണ്ട്. വഅൻത മാലികുഹു എന്നല്ലേ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബ് മരിക്കാൻ നേരത്തെ പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സംസാരിക്കാം. പറഞ്ഞില്ല. 2-3 തവണ പറഞ്ഞു നോക്കി, അവസാനം കാഫിറായി മരിച്ചു. റസൂൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരാ. ആയത്തിറങ്ങി, കരയണ്ട, കാര്യമില്ല. കാരണം എന്താ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ഇവിടെ പറയാം, ശൈഖേ നിങ്ങൾക്ക് സാധിക്കും. അള്ളാഹിന്റെ കിതാബിനോട് എതിര് പറയുന്ന കിതാബാ കുതുബിയത്ത്. അത് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും പിന്നാലെ കൂടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബിനെ ഹിദായത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
എന്നിട്ട് ഇവിടെ പറയാം മുഹയ്യദ്ദീൻ ശൈഖ് നിങ്ങൾക്കതിന് കഴിയും. അബൂ താലിബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അറിയാത്ത ഒരാളല്ല, ഇസ്ലാം പഠിച്ച ആളാണ്, ഇസ്ലാം മനസ്സിലാക്കിയ ആളാണ്. ഈ അബൂ താലിബ് പറയുന്നുണ്ട് വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമതു വൽ ഹദാറ മസബ്ബത്തിൻ ലവജബ്തനി സംഹം ബിദാക മുബീന. മുഹമ്മദിന്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് എനിക്കറിയാം, പക്ഷേ മുഹമ്മദിന്റെ മതം ഞാൻ സ്വീകരിച്ചാൽ പുത്തംവാദിയായി മരിച്ചു, വാപ്പകാരന്മാരുടെ മതം കൈവിട്ടു എന്ന് നാട്ടുകാര് പറയും. അതെനിക്ക് സഹിക്കാൻ വയ്യ. മാത്രമല്ല മക്കത്തെ മുശ്രിക്കുകള് പ്രവാചകനെ മർദ്ദിക്കാൻ വേണ്ടി വരുമ്പോ ആ മുശ്രിക്കുകൾക്ക് മുമ്പിൽ മറയായി നിന്നുകൊണ്ട് അബൂ താലിബ് പറയുന്നുണ്ട് വല്ലാഹി ലയസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസിദ ഫിത്തുറാബി ദഫീനാ. എന്റെ മുഹമ്മദിനെ തൊടാൻ സാധിക്കണമെങ്കിൽ ഞാൻ മരിക്കണം, എന്നിട്ട് എന്റെ തല മണ്ണോട് കൊണ്ടുപോയി ചേർത്തു വെക്കണം, അപ്പോഴേ എന്റെ മുഹമ്മദിനെ തൊടാൻ സാധിക്കൂ എന്ന് പറഞ്ഞ അബൂ താലിബ് കാഫിറായി മരിക്കാതെ ഇസ്ലാമില്ലാണ്ട് മരിക്കുക. റസൂൽ കരഞ്ഞു പോന്ന അപ്പൊ അല്ലാഹ് ആയത്തിറക്കി ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. എന്നിട്ട് ഇവിടെ പറയാ കുതുബത്തിൽ മുഹയ്യദ്ദീൻ ശൈഖ് നിങ്ങൾക്ക് സാധിക്കും, അതുകൊണ്ട് തിരിച്ചറിഞ്ഞോളൂ, നമുക്ക് കുതുബിയത്ത് വേണ്ട. അടുത്ത വരിയിൽ എന്താ പറഞ്ഞത്? വനജിഹി മില്ലല്ലാഹ് ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹയ്യദ്ദീനി. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ. അപകടമാ സുഹൃത്തുക്കളെ, നരകത്തിന്റെ വഴിയാണ് ഈ പറയുന്നത്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പറയാം, മോളെ ഫാത്തിമ സലീമ ശിഅതി മിന ദുനിയ ഉഅതീക്, ദുനിയാവെന്ന് വല്ലതും ചോദിച്ചോ നൽകാം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അല്ലാഹുവിന്റെ കോടതിയിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല മോളെ. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറ വമുഖാമ. അല്ലാഹ് നരകത്തിൽ രക്ഷിക്കണേ. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന അദാബന്നാർ. അല്ലാഹുവേ നരകത്തിൽ രക്ഷിക്കണേ. അല്ലാഹുമ്മ അഅതിഖ്നാ മിനന്നാർ. അല്ലാഹുവേ നരകത്തിൽ രക്ഷിക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹ് നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നു എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ ഖുർആനും ഹദീസും പഠിപ്പിക്കുമ്പോൾ, സുന്നത്ത് ജമാഅത്ത് ആ ആശമയോടെ പഠിപ്പിക്കുമ്പോൾ പൗരോഹിത്യം പറയാ, ചോദിച്ചോ മുഹയ്യദ്ദീൻ ശൈഖിനോട് വനജ്ജിനി മിനല്ലാഹി ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹയ്യദ്ദീനി. മാലമൗലികളുടെ അകത്ത് മുഴുവൻ ശിർക്കാണ്, അത് മുഴുവൻ പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും. അതുകൊണ്ട് ഒക്കെ ഒഴിവാക്കുക. ഖുർആനും ഹദീസും അത് കേട്ട സ്വഹാബത്തിന്റെ വിശ്വാസം, അവരുടെ ആദർശം, അവരുടെ മനഹജ് അത് നമ്മൾ സ്വീകരിക്കുക. രക്ഷയുണ്ട്, പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. ആരാരുമില്ലാത്ത ലോകത്തേക്ക് നമ്മുടെ യാത്ര, ഖബറിലും നാളെ പരലോകത്തും എല്ലാം വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, തനിച്ചാണ് വരിക. ആരും കൂടെ പിന്തുണക്കാനില്ല, ആരും സഹായിക്കാനില്ല, ആരും നമ്മുടെ ശക്തി പകരാനില്ല. അതുകൊണ്ട് കൂട്ടിനാളില്ലാത്ത ഒറ്റപ്പെട്ടു പോകുന്ന ലോകത്തേക്ക് രക്ഷ ലഭിക്കാൻ നമുക്ക് വേണ്ടത് ഖുർആനും ഹദീസും സ്വഹാബത്തിന്റെ ജീവിതവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാൻ, നല്ലത് പറയാൻ, നല്ലത് പ്രവർത്തിക്കാനും യഥാർത്ഥ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണം വരെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാര്, ഉപ്പമാര്, നമ്മളെയെല്ലാം മതം പഠിപ്പിച്ച ഉസ്താദുമാര്, അവർക്കെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ വലാ ഗായത ഖസ്ദിനാ വലാ മബ്ലഗ ഇൽമി ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مريضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا حاجة من حوائج الدنيا والآخرة إلا تممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين. اللهم اغفر لنا ولوالدينا، اللهم اغفر لنا ولوالدينا، اللهم اغفر لنا ولوالدينا. ربنا ارحمهما كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.